സമയം ഫയലിന് മുന്നിൽ തലയും കുത്തിക്കിടന്ന് ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഗീതു. 5 മണിയോടടുക്കാറായപ്പോൾ അർജുൻ തന്ന ജോലി ചെയ്തു തീർത്തു. ഫയൽ ക്യാബിനിൽ കൊണ്ടുപോയി വെക്കാനായി അനുവാദം വാങ്ങാൻ അവൾ വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മാളത്തിൽ നിന്നും എലി എത്തി നോക്കും പോലെ അവൾ ഡോറ് തുറന്നു നോക്കി. അർജുൻ അകത്തിരുന്ന് മനസ്സിലായതും ഗീതു വേഗം ഫയൽ ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഗീതു ഇറങ്ങാനായി തിരിഞ്ഞതും തലയുടെ മുകളിൽ ഒരു ബൾബ് കത്തുന്ന പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അവൾ ആ ഫയൽ കയ്യിലെടുത്ത്, ഇത് ഇനിങ്ങെങ്ങാനും കാണാൻ പോവോ, എന്നിട്ട് ഇത് ഇമ്പോർട്ടൻറ്റ് കമ്പനിയുടെ പ്രസ്റ്റീജ് ഞാൻ തകർത്തു എന്ന് പറഞ്ഞ് വേണം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ. അങ്ങനെ ഇപ്പം വേണ്ട എന്നും മനസ്സിലോർത്ത് ഗീതു ചുറ്റും നോക്കി. ക്യാബിനകത്ത് തന്നെ സെറ്റ് ചെയ്ത ഷെൽഫ് അവൾ കണ്ടു. സ്റ്റൂള് വലിച്ചിട്ട് അതിനു മുകളിൽ കയറി നിന്ന് ഷെൽഫിൽ അത് ഭദ്രമായി വെച്ച് അവൾ കീ ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്തു. ശേഷം എത്ര ശ്രമിച്ചിട്ടും കീ ഊരിപ്പോരുന്നില്ല. വലിച്ചിട്ടും കറക്കിയിട്ടും ഒന്നും ഒരു രക്ഷയുമില്ല. സ്റ്റക്കായിരിക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ സർവ്വശക്തിയും എടുത്ത് കീ വലിച്ചതും സ്റ്റൂളും മറിച്ചുകൊണ്ട് മുൻപോട്ട് ആഞ്ഞു വീണുപോയി. വീണതോ ഡോറ് തുറന്നു വന്ന അർജുൻ്റെ മുകളിലേക്ക്. അമ്മേ എന്നൊരു വലിയ ഒച്ചയോടെ രണ്ടും നിലം പതിച്ചു. നിനക്കിത് തന്നെയാണ് ഈ പണി, എൻ്റെ നടു എന്നും പറഞ്ഞ് അർജുൻ രൂക്ഷമായി അവളെ നോക്കി. പറ്റിപ്പോയി എന്ന രീതിയിൽ ദയനീയമായ ഒരു നോട്ടം അവളും തിരിച്ചു നോക്കി. ഒരുവിധം രണ്ടും കൂടി എഴുന്നേറ്റ് എന്തിനായിരുന്നു ഇപ്പോൾ ഇതിനു മുകളിൽ വലിഞ്ഞു കയറി ഒരു സാഹസം? നടുവും തിരിങ്ങി അർജുൻ ചോദിച്ചു. അത് സർ തന്ന ഫയൽ വെക്കാൻ കയറിയതാ. എന്തോന്നടി, എൻ്റെ സ്വത്തുക്കളുടെ പ്രമാണമാണോ പൂട്ടിക്കെട്ടി വെക്കാൻ? ഈ ടേബിളിൽ വെച്ചാൽ പോരെ? അത് പിന്നെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ നഷ്ടപ്പെട്ട എൻ്റെ ജോലി പോയാലൊന്ന് പേടിച്ചിട്ടാ. ഒരുവിധം ഇത് പറഞ്ഞൊപ്പിച്ചതും ഒരു പൊട്ടിച്ചിരിയായിരുന്നു അർജുൻ്റെ മറുപടി. കാര്യമറിയാതെ അവൾ അർജുനെ നോക്കി. ഇന്ന് ഇത്രയും നേരമായിട്ടും ആദ്യമായിട്ടാണ് അവനൊന്ന് ചിരിച്ചു കണ്ടത്. അവൾ സംശയരൂപേണ അവനെ നോക്കി നിന്നു. അവളുടെ നോട്ടം മനസ്സിലാക്കി അവൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ മാസം കഴിഞ്ഞു പോയൊരു പ്രോജക്റ്റിന്റെ സബ് റിപ്പോർട്ടാണ്. അറ്റ്ലീസ്റ്റ് ആ ഡേറ്റെങ്കിലും നീ നോക്കൂന്ന് ഞാൻ കരുതി. നീ രാവിലെ എന്താ പറഞ്ഞത്? ഞാൻ കാട്ടാളനാണെന്നോ? അതെടി, കാട്ടാളനാ. ഈ കാട്ടാളൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അതൊന്ന് കാണിച്ചു തരാനാ ഞാൻ നിനക്ക് ടിങ്ങിയൊരു പണി തന്നത് എന്നും പറഞ്ഞ് അവൾ ഉണ്ടാക്കിയ റിപ്പോർട്ട് അവൻ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. അതുകൂടി കണ്ടപ്പോൾ ഗീതുവിന് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് അവൻ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടത് അവനോട് അമർഷമുണ്ടാക്കി. മനഃപൂർവ്വം തന്നെ കഷ്ടപ്പെടുത്താൻ തന്ന ജോലിയാണെങ്കിലും ആത്മാർത്ഥമായി തന്നെയാണ് അവളത് ചെയ്തു തീർത്തത്. ആ കഷ്ടപ്പാടിന് ഒരു വിലയും തരാത്തത് അവളെ വേദനിപ്പിച്ചു. എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും 2 തുള്ളി കണ്ണുനീർ അവളുടെ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങി. അവൾ വേഗം ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. ഒരു വാശിയുടെ പുറത്ത് ചെയ്തതാണെങ്കിലും ഗീതുവിൻ്റെ കണ്ണുനീർ അർജുനിലും ഒരു നീറ്റിലുണ്ടാക്കി. വേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിപ്പോയി. അവൾ പോയ ശേഷം അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു എന്നവൻ ചിന്തിച്ചു. ഒരു ചെറിയ കുറ്റബോധം അവനിൽ ഉടലെടുത്തു. ക്യാബിൽ നിന്ന് പുറത്തു വന്ന ഗീതുവിൻ്റെ മുഖം മങ്ങിയിരിക്കുന്നത് കണ്ട് കുഞ്ചു കാര്യം ചോദിച്ചു. ആ കാട്ടാളൻ എന്നെ ഏൽപ്പിച്ച വർക്ക് അത് കഴിഞ്ഞു പോയ ഒരെണ്ണമായിരുന്നു. എനിക്കൊരു പണി തരാൻ അയാൾ മനഃപൂർവ്വം ചെയ്തതാ. ഗീതുവിൻ്റെ പറച്ചിൽ കേട്ട് മഞ്ജുവിനും മനുവിനും ചിരിയാണ് വന്നത്. അല്ല ഗീതുസേ, സാധാരണ നിനക്കിട്ട് പണിയുന്നവരെ നീ വെറുതെ വിടാറില്ലല്ലോ. ഒരു കൂസലും ഇല്ലാതെ അത് ഏറ്റുവാങ്ങുകയും കിട്ടിയതിന് ഇരട്ടി തിരിച്ചും കൊടുക്കേണ്ടതാണല്ലോ. പിന്നെ ഇപ്പോൾ എന്തു പറ്റി? ആകെ ഒരു വൈക്ലഭ്യം. ഗീതുവിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് മഞ്ജു ചോദിച്ചു. പണി തരിക മാത്രമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൂളായിട്ട് നിന്നേനെ. പക്ഷെ അയാളത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, അതൊന്ന് തുറന്നു പോലും നോക്കിയില്ല. ഗീതു വിഷമത്തോടെ പറഞ്ഞു നിർത്തി. ഓ, അതാണോ കാര്യം? പോട്ടടി, വിട്ടുകളാ. രാവിലെ നീ പറഞ്ഞതിൻ്റെ കലിപ്പ് തീർത്താവും. വാ, നമുക്കിറങ്ങാം എന്നും പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അനുവും മഞ്ജുവും ചേർത്ത് പിടിച്ചു നടന്നു. കുഞ്ചൂസേ, പോകുവാണോ? നാളെ എപ്പോൾ വരും? നേരത്തെ വന്നാൽ നന്നായിരുന്നു. ഇന്ന് കുഞ്ചുവിനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, കാർത്തി മഞ്ജുവിനോടായി പറഞ്ഞു. ഇന്നപ്പോൾ ചെവി കടിച്ചു തിന്നുമ്പോൾ സംസാരിച്ചത് ഇയാളല്ലേ എന്നർത്ഥത്തിൽ മഞ്ജു അവനെ നോക്കി. നാളെ നമുക്ക് നന്നായി പരിചയപ്പെട്ട് അടുപ്പം വരുത്താം. അടുപ്പം വിലെന്നല്ലേ ഇന്ന് പറഞ്ഞത്? അതാവുമ്പോൾ നമുക്ക് കുഞ്ചുവെന്നും കുക്കുവെന്നും ഒക്കെ വിളിച്ച് നടക്കാമല്ലോ.
നല്ല ചേർച്ചയുണ്ടല്ലേ ഈ കുക്കു കുഞ്ചു എന്ന് കേൾക്കാൻ. ആഹാ ബ്യൂട്ടിഫുൾ. അപ്പോഴും കാർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. അനു, ഇന്നത്തെ പച്ചച്ചുരിദാർ നല്ല രസമുണ്ട്. യു ലുക്സ് ലൈക്ക് എൻ ഏഞ്ചൽ. നാളെ ഏത് കളറാ എന്നൊക്കെ അഭിയും അനുവിനോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടും നാളെ കറുപ്പ് ഇടും, ചില പദ്ധതിയോടെ മഞ്ജു ചാടിക്കേറി അവനോട് മറുപടി പറഞ്ഞു. അങ്ങനെ വീണ്ടും സഹിച്ച് ഒരുവിധം അവർ ഓഫീസ് വിട്ട് ഇറങ്ങി. വീട്ടിലെത്തിയിട്ടും ഗീതുവിൻ്റെ മനസ്സിൽ ആകെപ്പാടെ ഒരു വിഷമമായിരുന്നു. ഒന്നിനും ഒരു ഉഷാറില്ലാത്ത അവസ്ഥ. എന്തു പറ്റിയെന്ന് മാധവൻ ചോദിച്ചിട്ടും ഒന്നുമില്ലെന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. രാത്രി കിടക്കാൻ നേരവും അവള് താൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അയാൾ എൻ്റെ കഷ്ടപ്പാടിന് വില തന്നില്ലെങ്കിൽ എനിക്കെന്താ? പ്രിയപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചെറിയ പെരുമാറ്റം ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ ഒരുപാട് വിഷമിച്ചെന്ന് വരും. പക്ഷേ ഇയാൾ എൻ്റെ ആരാ? ഇയാൾ അങ്ങനെ ചെയ്തതിൽ ഞാൻ ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്താ? അതോ അയാൾ എനിക്ക് പ്രിയപ്പെട്ടത് വല്ലതും ആയോ ഇതിനോടകം? ഓ പിന്നെ പ്രിയപ്പെട്ടത് അയാൾ കാട്ടാളൻ. എന്നാലും അയാൾ അതിൻ്റെ മുന്നിൽ വെച്ച് കളയാൻ പാടില്ലായിരുന്നു. ദുഷ്ടൻ. എനിക്ക് വിഷമമോന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്തതല്ലേ അത്? എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ? ഷോ, ഞാൻ എന്തിനിങ്ങനെ വിഷമിപ്പിക്കുന്നേ? അയാൾ എന്ത് ചെയ്തേ എനിക്കെന്താ? പോയി പണി നോക്കാൻ പറ. കാട്ടാളൻ. ദേഹം മുഴുവൻ മസിലും കയറ്റി വെച്ച് നടക്കുക. ചിന്താശേഷിയില്ല, അതുകൊണ്ടാ. അല്ല പിന്നെ ഇതിനുള്ള പണി ഗീതു അയാൾക്ക് കൊടുത്തിരിക്കും എന്നവൾ ഉറപ്പിച്ചു. ഇതിന് ഞാൻ സോറി പറയിപ്പിക്കും. പക്ഷെ എങ്ങനെ? മനസ്സിലുയരുന്ന 1000 ചോദ്യങ്ങളുമായി വടംവലിയിലായിരുന്നു ഗീതു. ഈ സമയം മംഗലത്ത് വീട്ടിൽ അർജുൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മറിഞ്ഞു കിടന്നിട്ടും തിരിഞ്ഞു കിടന്നിട്ടും അവനെ നിദ്രാദേവി കടാക്ഷിച്ചില്ല. കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ഗീതുവിൻ്റെ കലങ്ങിയ കണ്ണുകളായിരുന്നു അവൻ്റെ മനസ്സിൽ. എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറക്കം വന്നില്ല. അവളുടെ കണ്ണു നിറഞ്ഞത് കണ്ടപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവൾ കരഞ്ഞാലും ഇല്ലേലും എനിക്കെന്താ? എൻ്റെ ആരാ അവൾ? അവൾ എന്നെ കാട്ടാളനെന്ന് വിളിച്ചിരിക്കുന്നു. മനഃപൂർവ്വം തന്നെയാണ് ഒരു പണി കൊടുത്തത്. പക്ഷേ അവളുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പോലും നോക്കാതെ കളയേണ്ടിയിരുന്നില്ല. അവൾ പോയ ശേഷം അത് തുറന്നു നോക്കിയപ്പോഴാണ് എത്ര പെർഫെക്റ്റായാണ് അവൾ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും എത്രത്തോളം അതിനായി എഫേർട്ട് എടുത്തുവെന്നും മനസ്സിലായത്. നാളെ അവളെ അതിനെ അഭിനന്ദിക്കണം. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് നാളെ അവളോട് സോറി പറയണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് അർജുൻ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഗീതു എഴുന്നേറ്റപ്പോൾ ഇത്തിരി താമസിച്ചു. വേഗം കുളിച്ചൊരുങ്ങി ഒരു ചുമന്ന ചുരിദാറും എടുത്തിട്ട് കണ്ണെഴുതാൻ തുടങ്ങിയതും അവളത് വേണ്ടെന്ന് വെച്ചു. ഒന്നാമതേ ഇത്തിരി ഗ്ലാമറാ. കണ്ണും കൂടി എഴുതിയ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് മനസ്സിലോർത്ത് അവൾ വേഗം താഴേക്ക് ചെന്നു. അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് വിട്ടു. ബസ് സ്റ്റോപ്പിലേക്ക് ചെന്നപ്പോൾ തന്നെ വെള്ള നിറത്തിൽ മാലാഖയെ പോലെ തിളങ്ങി നിൽക്കുന്ന അനുവിനെയും മഞ്ജുവിനെയുമാണ് അവൾ കണ്ടത്. വൈറ്റ് കളർ ചുരിദാറും മാലയും കമ്മലും വളയും ചെരുപ്പും, എന്തിനു നെറ്റിയിലെ പൊട്ട് പോലും വൈറ്റ് കളർ. നിങ്ങൾ ഇന്നലെ ബ്ലാക്ക് ഇടുവെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതെന്താണ് മൊത്തത്തിലൊരു വെള്ളമയം? ബ്ലാക്ക് ആയിട്ടൊന്നും തന്നെ ഇല്ലല്ലോ? ഗീതു സംശയരൂപേണ ചോദിച്ചു. ഇത് തന്നെയാടി ഞാനും ഇവളോട് ചോദിച്ചത്. ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഫുള്ള് വൈറ്റിൽ വരണമെന്ന്. ഇന്നലെ അവന്മാരോട് ബ്ലാക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ എന്തായാലും ഇന്ന് ഫുൾ ബ്ലാക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ വൈറ്റിലും. നൈസായിട്ടൊരു പണി കൊടുത്തതാണ്. അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ പിള്ളേരെ, നിങ്ങളുടെ ഈ അടയ്ക്കാവലിപ്പുള്ള തല ഇത്രയും കുരുട്ട് ബുദ്ധിയോ? ഒരാൾക്കിട്ട് പണി കൊടുക്കുന്ന കാര്യത്തിൽ വരെ എന്തൊരു ഒത്തൊരുമയാണ്. നമുക്കെന്ന് പറഞ്ഞ് ഗീതവും കൂട്ടരും ഓഫീസിലേക്ക് പോയി. പണ്ടാരം, ഏതോ അവളുമാരി പറഞ്ഞെന്ന് പറഞ്ഞാണ് ഈ കോലം കെട്ട്. നീയൊക്കെ എന്താടാ എൻ്റെ കൂടെ വരുന്നത്? ബ്ലാക്ക് കാറ്റ്സ് ആണോ? കറുത്ത ഷർട്ടും കറുത്ത ജീൻസും കറുത്ത ഷൂവും കറുത്ത ബെൽറ്റും ഒന്നും പോരാഞ്ഞിട്ട് കറുത്ത ഒരു ഗ്ലാസും. കരിമ്പൂച്ചകളെ പോലെ ഉണ്ട് രണ്ടും. അർജുൻ അവന്മാരുടെ കോലം കണ്ട് സഹികെട്ട് പറഞ്ഞു. മോനെ അർജുനെ, അവളുമാരൊന്ന് ഞെട്ടിക്കാനുള്ള കുക്കുവേട്ടൻ്റെ ഒരു നമ്പറല്ലേ ഇതൊക്കെ? കണ്ടിട്ട് കുഞ്ചു ഇന്ന് ഫ്ലാറ്റ് ആവും. എനിക്ക് വയ്യ. ഒരുപോലത്തെ ഡ്രസ്സിൽ ഞങ്ങൾ തമ്മിൽ ഇത്രയേറെ ചേർച്ചയോ എന്നുള്ള ചിന്തിക്കും. അവൾ ഉടനെയെങ്ങും വളയില്ലെന്ന് ഞാൻ ഓർത്തത്. പക്ഷെ ഇന്നലെ ഇവൻ ചോദിച്ചപ്പോഴേ അനുവിന് മുന്നേ കുഞ്ചു മറുപടി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവളെ വളയ്ക്കാൻ വലിയ പണിയൊന്നുമില്ലെന്ന്. നീ എന്തായാലും രക്തവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ. ഇന്നലത്തെ നീ പറഞ്ഞിരുന്നെങ്കിൽ ആ ഗീതുവിൻ്റെ ഡ്രസ്സിൻ്റെ കളർ കൂടി ചോദിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരായിരുന്നു.
കാർത്തി പറഞ്ഞു നിർത്തിയതും രൂക്ഷമായൊരു നോട്ടമായിരുന്നു അർജുൻ്റെ മറുപടി. അല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഞാൻ തിരിച്ചെടുത്തു. ഞങ്ങളും മാച്ചിയാകുമ്പോൾ നിനക്ക് കൂട്ടിനാരെങ്കിലും വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞ് അഭിയുടെ നേരെ തിരിഞ്ഞു. ഇതാണ് ആദ്യത്തെ പാഠം. പെൺകുട്ടികളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നമ്മൾ മാറണം. അവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം, മനസ്സിലായോ? അഭി എല്ലാം കേട്ട് തലയാട്ടി. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ കാർത്തി സ്വയം പ്രശംസിച്ചു. മൂന്നും കൂടി ഓഫീസിലേക്ക് കയറിയതും അനുവിനെയും മഞ്ജുവിനെയും കണ്ട് അഭിയും കാർത്തിയും കണ്ണും തള്ളിയെങ്കിൽ അർജുൻ പൊട്ടിച്ചിരിയുടെ വക്കിലായിരുന്നു. വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും രണ്ടിൻ്റെയും കയ്യിൽ അർജുൻ പിടിച്ചു. നിങ്ങൾ തമ്മിൽ എന്തുണ്ടെന്നാ പറഞ്ഞ്? ചേർച്ചയോ? അതെ, നല്ല ചേർച്ചയുണ്ട്. ഇപ്പൊ നിങ്ങൾ അവിടെ പോയി നിന്നാ നിലവിളക്കിൻ്റെ അടുത്ത് കരിവിളക്ക് വെച്ചതുപോലിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന് വിശേഷിപ്പിക്കാം എന്നും പറഞ്ഞ് അർജുൻ പൊട്ടിച്ചിരിച്ചു. ശവത്തിൽ കുത്താതളിയാ, മനുഷ്യനെ പോട്ടനാക്കുന്നോ ഇവളെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് അവർക്കടുത്തേക്ക് കാർത്തി പാഞ്ഞു. മഞ്ജു! ആ ഒറ്റ വിളിയിൽ എല്ലാവരുടെയും നോട്ടം കാർത്തിയിലേക്കായി. അപ്പോഴാണ് ശബ്ദം കൂടിപ്പോയെന്ന് കാർത്തിക്ക് മനസ്സിലായത്. പതിയെ ശബ്ദം കുറച്ച്, എന്താ കുഞ്ചുസേന്ന് ബ്ലാക്ക് ഇടാതിരുന്നേ എന്ന് കാർത്തി അവളോടായി ചോദിച്ചു. കാർത്തിയുടെ രൂപമാറ്റം കണ്ടപ്പോഴേ അർജുൻ അവിടുന്ന് മാറി. അഭിയും കാർത്തിയെ നോക്കി നിന്നുപോയി. അവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് പുലിയെപ്പോലെ പാഞ്ഞു വന്നവൻ എലിയായി മാറിയത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പിന്നെ ഇതും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഭിയെ പിടിച്ച് അനുവിൻ്റെ അടുത്ത് നിർത്തി. മഞ്ജുവിൻ്റെ അടുത്ത് കാർത്തിയും കയറി നിന്നു. ഇങ്ങനെ കണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരുടെയൊപ്പം അകത്തേക്ക് പോയി. ക്യാബിനിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഗീതുവിലേക്ക് അർജുൻ്റെ കണ്ണുകൾ നീണ്ടത്. ഇന്ന് രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സാണല്ലോ എന്നത് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. പക്ഷെ അടുത്തെത്താറായപ്പോൾ അവളുടെ മൂകമായ മുഖം കണ്ടപ്പോൾ ആ പുഞ്ചിരി മാഞ്ഞു. ഇന്നലെ ഒരു മാത്രമേ അവളുടെ കരിമഷി കണ്ണുകളിൽ നോക്കവേ എല്ലാം മറന്ന് അവളിൽ മാത്രമായി താൻ സ്വയം അലിഞ്ഞു പോയിരുന്നു. ആ നിമിഷത്തെക്കുറിച്ച് അവൻ ഓർത്തു. ഇന്ന് ആ കണ്ണുകളിൽ കരിമഷി ഇട്ടിട്ടില്ല. കൺപോളകൾ വിങ്ങി വീർത്തിരിക്കുന്നു. അർജുനെ മറികടന്നു പോയിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും ഗീതു അവനെ കടാക്ഷിച്ചില്ല എന്നത് അവൻ്റെ ഉള്ളിൽ ഒരു നീറ്റൽ സൃഷ്ടിച്ചു. അവൾ മറികടന്നു പോകവേ അർജുൻ്റെ ഹൃദയം നീറി. അവൾ പോയ വഴിയെ അവൻ നോക്കി നിന്നു. ഒരു നീർത്തുള്ളി അവൻ്റെ മിഴികളിൽ സ്ഥാനം പിടിച്ചു. വേഗം തന്നെ അവൻ ക്യാബിനിലേക്ക് കയറി. അർജുൻ ഡോർ അടച്ച് ശബ്ദം കേട്ടപ്പോഴേക്കും ഗീതു തിരിഞ്ഞു നോക്കി. ശേഷം കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന ഉള്ളിയെടുത്ത് ചുംബിച്ചു. താങ്ക് യു സോ മച്ച്. ഇത്രയേറെ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ആദ്യത്തെ ഘട്ടം വിജയകരം. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. അവൾ സ്വയം പ്രശംസിച്ച് സീറ്റിലേക്ക് പോയി. തൻ്റെ ക്യാബിനിലെത്തിയിട്ടും അർജുന് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ചെയ്തതിന് പരിഹാരം ചെയ്യണമെന്നും സോറി പറയണമെന്നും തീരുമാനിച്ചുറപ്പിച്ചു. പെട്ടെന്ന് ഫോൺ എടുത്ത് ഗായത്രിയെ വിളിച്ചു വരുത്തി. അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് വർമ്മ ഡിസൈനിൻ്റെ അടുത്ത ആഴ്ച നടത്താനുള്ള പ്രസൻറ്റേഷൻ എത്രയും വേഗം എൻ്റെ ടേബിളിലെത്തണമെന്ന് അവൾക്ക് നിർദ്ദേശം കൊടുത്തു. ആ ഫയൽ അർജുന് മുന്നിലെത്തിച്ച്, എന്താണ് സർ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ആശങ്കയോടെ ഗായത്രി അവനോട് ചോദിച്ചു. ഇന്നലെ ഉണ്ടായ സംഭവവും അതിന് പരിഹാരം ചെയ്യാനുമായി ഈ പ്രസൻറ്റേഷൻ വർക്ക് ഗീതുവിനെ ഏൽപ്പിക്കണമെന്നും ഇന്നലെ ചെയ്ത അതേ ഡെഡിക്കേഷനോടുകൂടി ഇതും ചെയ്താൽ ഏറ്റവും നന്നായി നമുക്ക് ആ പ്രസൻറ്റേഷൻ ചെയ്തു തീർക്കാനാവും. ഇത് ഞാൻ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ പ്രോജക്റ്റാണ്. സോ എനിക്കിത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അവളേക്കാൾ നന്നായി ഇതാർക്കും ചെയ്യാനാവില്ലെന്നും ഇന്നലെ ചെയ്തതുപോയത് ഇതിൽ കടന്നുപോയി അതിലൂടെ പരിഹാരമാകുമെന്നും അർജുൻ ഗായത്രിയോട് പറഞ്ഞു. അർജുന് ഗീതുവിനോടുള്ള വിശ്വാസവും പ്രതീക്ഷയും അവൾക്ക് കൊടുക്കുന്ന പരിഗണനയും ഗായത്രിയെ അസ്വസ്ഥയാക്കി. അങ്ങനെ അവളോടുള്ള അമർഷം ഗായത്രിയിൽ ഉടലെടുത്തു. അർജുൻ പറഞ്ഞതുപോലെ അവൻ ഏൽപ്പിച്ച ഫയൽ ഗീതുവിന് കൊടുത്തു വേണ്ട നിർദ്ദേശങ്ങളും നൽകി. നാളെ ഇത് തിരിച്ചു വേണമെന്നും ഭദ്രമായി സൂക്ഷിക്കണമെന്നും അവൾ പറഞ്ഞു. വലിയൊരു പ്രോജക്റ്റാണ്, അതിന് അതിൻ്റേതായ ഇമ്പോർട്ട്സ് കൊടുക്കണമെന്നും ഗായത്രി ഓർമ്മിപ്പിച്ചു. പിന്നെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ട് ഞാൻ കൃത്യമായി. അയാളുടെ ഒരു പ്രോജക്റ്റ് എനിക്കിട്ട് പണിയാൻ പുതിയ വഴിയൊന്നും കിട്ടാത്തത് കൊണ്ട് ഗായത്രി മാഡം വഴി പുതിയ കരുക്കൾ നീക്കുമോ കോട്ടാളൻ. എങ്ങനെ ഒരു പണി കൊടുക്കാം എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിനുള്ള ചാൻസ് അയാളായി തന്നെ കൊണ്ടു തന്നത്. ദൈവമേ, നീ എത്ര വലിയവനാ! ഇത് കോളമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
ഗീതു അത്രയും പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷെ ഇതെല്ലാം മറഞ്ഞിരുന്ന് നിരീക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ക്യാബിനിലേക്ക് വന്ന് ഗീതുവിൻ്റെ മുഖത്തെ സന്തോഷം കണ്ട് മഞ്ജു അത്ഭുതപ്പെട്ടു. രാവിലെ നനഞ്ഞ കോഴിയെപ്പോലെ ഇരുന്നവളാ ഇപ്പൊ എന്തു പറ്റി? നനഞ്ഞ കോഴി, നിന്റെ പുറകെ കുഞ്ചു കുഞ്ചു എന്ന് പറഞ്ഞ് കൂവി കൂവി നടന്നില്ലേ അവൻ എന്ന് പറഞ്ഞതും കാർത്തി അങ്ങോട്ട് വന്നതും ഒരുമിച്ചായിരുന്നു. അവൾ പറയുന്നത് കേട്ടതും കാർത്തി നന്നായി ഒന്ന് ഇളിച്ചു. അവൾ സോറി പറയാൻ വന്നതും അവൻ തടഞ്ഞു. ഇതൊക്കെ ഒരു രസമല്ലേ, വിട്ടുകളാ അളിയെത്തി, അതോർത്ത് വിഷമിക്കണ്ട. അളിയെത്തിയോ? ഗീതു കണ്ണും തള്ളി വിരല് കടിച്ചു ചോദിച്ചു. അതായത് ഗീതു, കുഞ്ചു എൻ്റെ എല്ലാമാണ്. അതുകൊണ്ട് കുഞ്ചുവിൻ്റെ സുഹൃത്ത് ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ അവൻ എനിക്ക് അളിയനാണ് ആയേനെ. ഇതിപ്പോൾ പെൺകുട്ടിയായതുകൊണ്ട് അളിയന് പകരം അളിയെത്തി. എങ്ങനുണ്ട്? ഷർട്ടിൻ്റെ കോളർ പൊക്കി കാർത്തി ചോദിച്ചതും പൊളിച്ചു എന്ന രീതിയിൽ ഗീതു കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. അപ്പോഴേക്കും അവളുടെ കാലിനിട്ട് മഞ്ജു ഒരു ചവിട്ടി. ഗീതു സീറ്റിലേക്ക് ഇരിക്കാൻ പോയത് കണ്ട് അനുവിൻ്റെ ചോര ഊറ്റി കുടിച്ചുകൊണ്ടിരുന്ന അഭിക്കാണ് ആ ചവിട്ട് കിട്ടിയത്. അമ്മേ എന്നവൻ അലറി കാലും പിടിച്ച് വേദന കാരണം കുനിഞ്ഞുപോയി. അബദ്ധം പറ്റിയെന്ന രീതിയിൽ മഞ്ജു തലയ്ക്ക് കൈവച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയ്യോ എന്ന ശബ്ദം കേട്ട് ഗീതവും കാർത്തിയും മഞ്ജുവും അഭിയും ഒരുപോലെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്ന അനുവിലേക്കാണ് ആ 4 പേരുടെയും കണ്ണുകൾ നീണ്ടത്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഗീതവും മഞ്ജുവും കാർത്തിയും അവളെ സംശയത്തോടെ നോക്കുന്നതാണ് കണ്ടത്. അവരുടെ നോട്ടത്തിൽ നിന്നും പണി പാളിയെന്ന് അവൾക്ക് മനസ്സിലായി. ഞാനെന്തിനാ ഇപ്പോൾ ചാടി എഴുന്നേറ്റത് എന്നവൾ സ്വയം ഓർത്ത് ആ നിമിഷത്തെ പഴിച്ചു. എന്നാൽ ഇനി ചത്താലും വേണ്ടില്ല എന്ന ഭാവത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അഭിയിലേക്കും പതിയെ ആ കണ്ണുകൾ നീണ്ടു. അതുകൂടി കണ്ടപ്പോൾ തൃപ്തിയായി എന്ന മട്ടിൽ അവൾ ദയനീയതയോടെ എല്ലാവരെയും നോക്കി. ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊന്നും പറ്റിയില്ല അനു, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് അഭി കാല് കുടഞ്ഞു കാണിച്ചു. അതിനാണ് ബഹളം വെച്ചതെന്ന് ആര് പറഞ്ഞു? ഇത്രയും വലിയ ശബ്ദം കേട്ട് പേടിച്ച് അയ്യോന്ന് വെച്ചതാ, തടി തപ്പാനായി അത്രയും പറഞ്ഞ് അവനെ നോക്കി മുഖം വെട്ടിച്ച് അനു ജോലിയിലേക്ക് ശ്രദ്ധിച്ചു. അളിയ, നീ എന്താ ഓർത്തേ? അവൾ വളഞ്ഞെന്നോ? 2 ദിവസം കൊണ്ട് അവളെ വളയ്ക്കാൻ നീ ആരാ? വിജയ് ദേവർക്കൊണ്ടയോ? മനുഷ്യന് ഇത്രയും ആക്രമണം പാടില്ല, കാർത്തി അഭിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അഭി പയ്യെ ഒന്ന് ഇളിച്ചു കാണിച്ചു. അനുവിനെ ഒന്നുകൂടി നോക്കി. എവിടെ? ഒരു മൈൻഡും ഇല്ല. അവളെയും ഈ കമ്പ്യൂട്ടറേയും അവളുടെ അമ്മ ഒരുമിച്ചാണ് പെറ്റിട്ടത്, പല്ലിറുമി. അത്രയും പറഞ്ഞ് അഭി നടന്നു. അവൻ്റെ പറച്ചിൽ കേട്ട് ഗീതുവും മഞ്ജുവും കാർത്തിയും ചിരിച്ചു. ശേഷം കാർത്തി അഭിയുടെ പുറകെയും ഗീതുവും മഞ്ജുവും അവരുടെ ജോലികളിലേക്ക് കടന്നു. അനുവിൻ്റെ കാര്യം രഹസ്യമായി ഗീതുവും മഞ്ജുവും സംസാരിച്ചു. എന്തൊക്കെയോ സംശയങ്ങൾ അവരിൽ മുളപൊട്ടി. കൂടെ നടന്ന കൂട്ടുകാരിയുടെ ചെറിയൊരു മാറ്റം പോലും മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പം സാധിച്ചു. കണ്ടുപിടിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഗീതു ആ ഫയൽ എടുത്ത് തുറന്നു വെച്ച് പെൻ സ്റ്റാൻഡിൽ നിന്നും കുറേ കളർ പെൻസിലും എടുത്തു. നീ ഇതെന്താ, വല്ല പെയിൻറ്റിങ് കോമ്പറ്റീഷനും പോകുന്നുണ്ടോ എന്ന് മഞ്ജു ചോദിച്ചു. അർജുൻ അവളെ ഏൽപ്പിച്ച പുതിയ വർക്കാണെന്നും ഇനിയും തന്നെ കഷ്ടപ്പെടുത്താനുള്ള നീക്കമാണെന്നും ഒക്കെ ഗീതു മഞ്ജുവിനോട് പറഞ്ഞു. കഴിഞ്ഞ തവണ ആ ഡേറ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ നിനക്ക് അബദ്ധം പറ്റില്ലായിരുന്നു. ഇതിലേതാ ഡേറ്റ് എന്ന് ചോദിച്ച് മഞ്ജു ഡേറ്റ് നോക്കിയതും അതിൽ തൊട്ടടുത്ത ദിവസത്തെ ഡേറ്റ് ആയിരുന്നു. പ്രസൻറ്റേഷൻ നടത്തേണ്ടത് 2 ദിവസത്തിന് ശേഷവും. അവളത് കാണിച്ചതും കഴിഞ്ഞ തവണ എന്നെ പറ്റിച്ചതുകൊണ്ട് ഇത്തവണ ഞാൻ ഡേറ്റ് നോക്കുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ മനഃപൂർവ്വം ഡേറ്റ് മാറ്റിയതാടി എന്ന് പറഞ്ഞ് ഗീതു അത് കുളമാക്കാൻ തുടങ്ങി. നിൽക്ക്, ഇനി അഥവാ ഇത് വരാനിരിക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിലോ? നീ കാണിക്കുന്നത് അബദ്ധമായില്ലേ? മഞ്ജു അവളുടെ സംശയം പ്രകടിപ്പിച്ചു. ഗീതുവിൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു തോന്നലുണ്ടായി. നാളെ രാവിലെ ഇത് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഇത് ആരോടും ചോദിച്ച ശേഷം ചെയ്തു തുടങ്ങാം എന്നും പറഞ്ഞ് പെൻഡിങ് ആയിരുന്ന കുറച്ച് വർക്കുകൾ ഗീതു ചെയ്തു തീർത്തു. ശേഷം ഓഫീസിലെ രാഹുലിനോട് ചെന്ന് ചോദിച്ചപ്പോൾ ഇത് അടുത്ത ദിവസം നടത്തുവാനുള്ള വർമ്മ ഡിസൈൻസിൻ്റെ വർക്കാണെന്നും അത് കമ്പനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും രാഹുലിൽ നിന്നും ഗീതുവിന് അറിയാൻ സാധിച്ചു. എന്തെങ്കിലും ചെയ്തു പോയിരുന്നെങ്കിൽ അബദ്ധമായനെ എന്നും അവൾ ചിന്തിച്ച് മഞ്ജുവിനോട് ചെന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കാൻ അവൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് മഞ്ജു അവൾക്ക് ആത്മവിശ്വാസവും കൊടുത്തു. ഇടയ്ക്ക് വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞ് അവൾ സീറ്റിൽ നിന്ന് പോയി നേരെ കാർത്തിയുടെ അടുത്തേക്ക് ചെന്നു. രാവിലത്തെ അനുവിൻ്റെ ആ ഞെട്ടലിലുണ്ടായ സംശയം അവനുമായി സംസാരിച്ചു.
അനുവിന് ഇഷ്ടമാണെങ്കിൽ അവളെ വളച്ചെടുക്കാനുള്ള ദൗത്യത്തിൽ കാർത്തിയുടെ ഒപ്പം ഗീതവും പങ്കുചേർന്നു. അവർ അതിനായുള്ള കരുക്കൾ നീക്കി പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. അവളുടെ ഇഷ്ടം പുറത്തു കൊണ്ടുവരും മുന്നേ അവനെക്കൊണ്ട് ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയിപ്പിക്കണമെന്നും ഗീതു പറഞ്ഞു. എല്ലാം പറഞ്ഞു തിരിഞ്ഞു നോക്കിയതും താടിക്ക് കൈയും കൊട്ട് ദീർഘശ്വാസവും വിട്ടു നിൽക്കുന്ന കാർത്തിയെയാണ് ഗീതു കണ്ടത്. എന്തു പറ്റി കാർത്തിയേട്ടാ? മുഖത്താകെ ഒരു മ്ലാനത. എന്തോ പോയ അണ്ണാന്റെ പോലത്തെ ഇരിപ്പ് കാർത്തിയേട്ടന് തീരെ ചേരുന്നില്ല. അവൾ എളിക്ക് കൈയും കൊടുത്ത് ചോദിച്ചത് കണ്ടപ്പോൾ കാർത്തി ചിരിച്ചു. അവന്റെ തോണിയെ ഏകദേശം കരക്കെടുത്തു. ഞാൻ എൻ്റെ കാര്യം ഓർത്തു നിന്നതാ എന്നും കാർത്തി ഗീതുവിനോട് പറഞ്ഞു. ഇവരുടെ കാര്യം നോക്കയാക്കിയെടുത്ത കാർത്തിയേട്ടൻ്റെ തോണി കരക്കടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, ഗീതു അവനോടായി പറഞ്ഞു. കാർത്തിയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തി. അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ കാർത്തിയും ഗീതുവും തമ്മിൽ ഒരു പുതിയ സൗഹൃദം അവിടെ മുട്ടിട്ടു. സൗഹൃദത്തെക്കാൾ ഉപരി അവളെ സ്വന്തം പെങ്ങളായി മനസ്സുകൊണ്ട് കാർത്തി ഏറ്റെടുത്തു. തനിക്ക് അന്യമായ ഒരു ആങ്ങളുടെ കുറുമ്പുകളും വഴക്കും സഹോദരി സ്നേഹവും ആവോളം അവളും ആസ്വദിച്ചു. അവർക്ക് വർമ്മ ഡിസൈൻസിൻ്റെ വലിയൊരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ പോവാനൊരുങ്ങി. അത് അർജുൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. നന്നായി ചെയ്യണമെന്ന് കാർത്തി ഓർമ്മിപ്പിച്ചു. ശേഷം അവൾ സീറ്റിലേക്ക് പോയി അർജുൻ ചെയ്യാൻ പറഞ്ഞ ജോലിക്ക് തുടക്കം കുറിച്ചു.